ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് ഒരു 5-6 വിഷയങ്ങൾ നോക്കാനാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ US എയ്ഡിനെ കുറിച്ച് ഇന്ത്യക്കുള്ളിൽ ഒരു ചോദ്യം ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ മയക്കം പിടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യ കൂടുതൽ സഹകരിക്കണം, ഇന്ത്യ ഈ US എയ്ഡിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, സ്പെഷ്യലി ആ ഒരു $21 മില്യൺ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ വെളിപ്പെടുത്തണം എന്നുള്ള നിലയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ എഫക്റ്റീവായിട്ട് തന്നെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. US-ലേക്ക് ആ ഒരു റിപ്പോർട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അറിവോടുകൂടി, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൺസെന്റോടുകൂടി ഇന്ത്യക്കുള്ളിൽ US എയ്ഡ് നടപ്പിലാക്കിയ ചില പദ്ധതികളും അതിനുവേണ്ടി അവർ ചെലവാക്കിയ ഫണ്ട് എത്രയാണെന്നുള്ളതിന്റെ വിശദമായ വിവരം അടങ്ങിയ ലിസ്റ്റ് നമ്മുടെ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഇപ്പം ഈ ഒരു തഹാവുർ റാണയെ പോലത്തെ ഉള്ള ആൾക്കാരെയൊക്കെ കൈമാറാമെന്ന് ഓപ്പണായിട്ട് സ്റ്റേജിൽ സംബന്ധിച്ച ആ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇന്ത്യ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ US-ന് എതിരല്ല, US-ന്റെ നയങ്ങൾക്കും എതിരല്ല, പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2023-2024 ഫിസിക്കൽ ഇയറിൽ നമ്മൾ റിസീവ് ചെയ്ത ഫണ്ട് എത്രയാണ്, ഇനി തരാമെന്ന് പറഞ്ഞ് ഏറ്റ ഫണ്ട് എത്രയാണെന്ന് വളരെ വ്യക്തമായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറയപ്പെടുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1951 മുതലേ ഒരു US എയ്ഡ് ഇന്ത്യക്കുള്ളിൽ പല പല വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകളിലായിട്ട് ഏതാണ്ട് 555ഓളം പ്രോജക്റ്റുകൾ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ ഈ ഒരു ചാരിറ്റി മാത്രമല്ല, കൃഷി, അഗ്രികൾച്ചർ, പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ്, ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ, പോലെ ഈ പോവേർട്ടി, അങ്ങനത്തെ പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് 1951 മുതലേ, ആ ഒരു കാലഘട്ടം മുതലേ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ട് പറയുന്നത്. ബട്ട് ടോട്ടൽ ഇതുവരെ ഏതാണ്ട് 17 ബില്യണോളം മുടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 17 ബില്യൺ സിൻസ് 1951 555 പ്രോജക്റ്റുകളിലായിട്ട് US എയ്ഡ് മുടക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഗവൺമെന്റിന്റെ അറിവോടുകൂടി വന്ന ഫണ്ടുകളാണ്. 2023-24 ഫിസിക്കൽ ഇയറിൽ 7 പ്രോജക്റ്റുകളിലായിട്ട് 750 മില്യൺ ഇന്ത്യക്കുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലുപരിയായിട്ട് ഇനി അപ്കമിംഗ് ആയിട്ട് ഇനി പെൻഡിങ് കിടക്കുന്നത്, അത് ഒബ്ലിഗേഷൻ ഉള്ളത്, അവരെ നടപ്പിലാക്കാവുന്ന ഏറ്റ പ്രോജക്റ്റുകളിൽ പെൻഡിങ് കിടക്കുന്ന ആ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 97 ബില്യണോളം ഇനിയും കിട്ടാനുണ്ട്. US എയ്ഡിൽ നിന്നും ഇന്ത്യക്ക് കിട്ടാനുണ്ട്. ആ രീതിയിൽ, അതായത് ഇന്ത്യക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഇന്ത്യ ചോദിച്ചു മേടിച്ചതൊന്നുമല്ല, അവർ സ്വമേധയാ അവർ പല രീതിയിലും പല പ്രോജക്റ്റുകൾ വെച്ച് നടപ്പിലാക്കുന്നതാണ് US എയ്ഡ്. അപ്പൊ അതിലുപരിയായിട്ട് ഇന്ത്യയിലുള്ള NGO പോലത്തെ സ്ഥാപനങ്ങൾ, പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ US എയ്ഡിലേക്ക് അപ്ലൈ ചെയ്യും. അവർക്ക് ശരിയായ കാരണമുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അതിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർ അപ്ലൈ ചെയ്യും, അതിലൂടെ അവർക്ക് ഫണ്ട് പാസ്സായി കിട്ടും. അതായത് US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വെരിഫൈ ചെയ്യും. അവർ വെരിഫൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ അപ്രൂവലും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫണ്ട് വരാൻ വഴിയൊരുങ്ങുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി വന്ന ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിലുപരിയായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ $21 മില്യൺ കുറിച്ചുള്ള ഒരു ചോദ്യം, അതായത് ഇലക്ട്രൽ, അതായത് ഈ ഒരു വോട്ടേഴ്സ് ടേൺ ഔട്ടിന് വേണ്ടിയിട്ട് പൈസ മുടക്കി എന്നുള്ള രീതിയിലുള്ള ആ ഒരു എലിഗേഷൻ ഇന്ത്യ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ആ വിഷയത്തെ നോക്കി കാണുന്നത്. പക്ഷെ അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള രേഖകളും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും രേഖകൾ US എയ്ഡിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് വന്നതായിട്ടുള്ള രേഖകളും ഇല്ല. അപ്പൊ അത് പറഞ്ഞു വരുന്നത് US എയ്ഡിലും ആ രേഖ നമുക്കില്ല, അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ മിനിസ്ട്രിയിലും ആ രേഖയില്ല. ഇനിയിപ്പോ ഈ ഒരു 21 മില്യൺ US ഉദ്ദേശിക്കുന്നത് ഏത് വഴി കൂടെയാണ് വന്നത് എന്നുള്ളതിന് US തെളിവ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യക്കുള്ളിൽ അന്വേഷിക്കാം. ആ രീതിയിലാണ് ഇന്ത്യ ഈ ഒരു US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതികരിച്ചിരിക്കുന്നത്, ഒഫീഷ്യലി പ്രതികരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോഡ്ജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നടത്തിയ ഒരു പിന്നെ ഈ ഒരു കുറെ ആൾക്കാരുടെ ജോലി ഇതിനു മുമ്പ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ജോലിയൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ US എയ്ഡുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഏതാണ്ട് 1600 പേരെ ഇന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. കാരണം ഇവർ നിരന്തരം സമരമാണ്. ഈ സമരം നടത്തി ഇരുന്ന ആൾക്കാരിൽ 1600 പേരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്, ഫയർഡ്. അപ്പൊ അതിലുപരിയായിട്ട് ഇപ്പം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വിത്ത് സാലറിയോടുകൂടി അവധി, ഫോഴ്സ്ഡ് ലീവാണ്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഈ ഫോഴ്സ്ഡ് ലീവ് കൊടുത്ത ആൾക്കാർക്കും പതിയെ ടെർമിനേഷൻ പോകുമെന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിൽ ഒരു ഇമീഡിയറ്റ് ആക്ഷൻ എടുത്തിരിക്കുകയാണ്. ഇറാനും രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. പക്ഷെ അവർ എത്ര രഹസ്യമായിട്ട് ചെയ്താലും കാര്യങ്ങൾ പുറത്തറിയുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അതിലിപ്പം നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സുഖോയ് 57 Su-57 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റ്, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ആണ് കേട്ടോ. ഈ റഷ്യയുടെ ഈ ഒരു ഫൈറ്റർ ജെറ്റ് വളരെ സീക്രട്ട് ആയിട്ട് ഇറാന്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ട് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വിഷയം ഇന്ന് ലീക്ക് ആയിരിക്കുകയാണ്. അപ്പൊ സംഭവം വേറെ ഒന്നുമില്ല, അവര് തയ്യാറാകുകയാണ്. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് മേടിച്ച് വെച്ചത് കൊണ്ട് മാത്രം ഒന്നും ആവാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് നല്ല എഫിഷ്യന്റ് ആയിട്ട് ഫ്ലൈ ചെയ്യാനുള്ള പാകത്തിന് ആൾക്കാർ, കേപ്പബിലിറ്റി ഉള്ള ആ ഒരു പൈലറ്റ്സ് വേണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ട്രെയിനിങ് ഒക്കെ റഷ്യ കൊടുക്കുമായിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാണ് പൊസിഷൻ. ഇറാൻ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അവരുടെ
പഴയ പാഠസാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ റഷ്യയുടെ സുക്കോയ് 57 ആ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഇറാന്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. റീസണബിൾ നമ്പേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര എണ്ണം കൃത്യമായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ വളരെ സീക്രട്ട് ആയിട്ട് ഈ ഒരു മിഷൻ നടപ്പിലാകുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇസ്രായേലിനെതിരെ കൃത്യമായ ടാർഗറ്റുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈജിപ്റ്റ് വീണ്ടും ഒരു മിസ്റ്റേക്ക് ചെയ്തിരിക്കുകയാണ്. അത് മിസ്റ്റേക്ക് എന്ന് പറയണോ ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോൾഡ്നെസ് എന്ന് പറയണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതേസമയം ഈജിപ്റ്റ് ചൈനയുടെ ഭാഗത്ത് നിന്ന് J-10 മേടിച്ച് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഈജിപ്തിന്റെ ഉള്ളിൽ. എത്ര നമ്പേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈജിപ്റ്റ് ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈജിപ്റ്റ് മേടിച്ചിരിക്കുന്ന ഈ ഒരു J-10 എയർ ടു എയർ മിസൈൽ ഫെസിലിറ്റി ഉള്ള J-10 ആണ് അവർ മേടിച്ച് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് J-10 ഒക്കെ ഇപ്പൊ ഹിമാലയൻ റീജിയനിലൊന്നും വർക്ക് ആകത്തില്ല. സിയാച്ചിനിലൊക്കെ ഒന്നും അതിന്റെ പരിപാടി ഒന്നും നടക്കത്തില്ല. ലഡാക്കിൽ പോലും അതിന്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. ആ രീതിയിലാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലൈയിങ് അവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള ഒരു J-10 ആണ്. ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാൻ ഒരു പക്ഷേ J-10 ഒരു പരിധി വരെയൊക്കെ ഓക്കെ ആയിരിക്കും. സൈനായ് ബോർഡറിൽ നിന്നും വളരെ ക്ലോസർ പ്രോക്സിമിറ്റി ആണ്. ഇസ്രായേലിനെ ടാർഗറ്റ് ആയിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു J-10 മേടിച്ചിരിക്കുന്നത്. വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരു കോൺഫിഡൻഷ്യൽ ഡീറ്റെയിലും കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈജിപ്റ്റ് സ്വമേധയാ കുഴി തോണ്ടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഈ കമ്പാരിറ്റീവ്ലി ഇസ്രായേലിന്റെ കയ്യിലുള്ള ഈ ഒരു ഫൈറ്റർ ജെറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു J-10 ഒന്നുമല്ല. അത് ഈജിപ്തിന് മനസ്സിലായില്ല. പക്ഷെ എന്നാലും അവരുടേതായിട്ടുള്ള കോൺഫിഡൻസിന് വേണ്ടിയിട്ട് J-10 മേടിച്ച് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ എയർ ടു എയർ മിസൈൽ അവർ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പരിസരത്ത് ഏറ്റവും റേഞ്ച് ഉള്ള ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എയർ ടു എയർ മിസൈലുള്ള J-10 അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ ഇങ്ങനെ ചൂടായി വരികയാണ്. അപ്പൊ ഏത് മൊമെന്റിലും ഒരു സംഭവം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ ഒരു ഫ്ലാഗ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാഗ് മീറ്റിംഗിൽ ഇന്ത്യയുടെ കൗണ്ടർ പാർട്ടിന് വേണ്ടിയിട്ട് ആർമി ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ വേറൊരു സൈഡിൽ പൂഞ്ച് മേഖലയിൽ പൂഞ്ച് സെക്ടറിൽ വില്ലേജിന്റെ ഉള്ളിൽ ഇന്ത്യൻ വില്ലേജിന്റെ ഉള്ളിൽ ആക്രമണം അയച്ചുവിട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇങ്ങനത്തെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ പാകിസ്ഥാനിൽ പോയില്ല, ദുബായിൽ വെച്ചിട്ടാണ് ആ ഒരു കളി നടന്നത്. പക്ഷേ അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ക്രിക്കറ്റ് കളിയും കൂടെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. കളിയൊക്കെ നമ്മൾ ജയിച്ചു, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഈ ഒരു കളിയും കൂടെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഇങ്ങനെ ഒരു സൈഡില് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യുന്നത്. മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും. പക്ഷേ അത്ര ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ആർമിയിലൊക്കെ ഉണ്ട്. ഈ ആർമിയിലൊക്കെ ജോലിക്ക് പോയി നിൽക്കുന്നതൊക്കെ ഇങ്ങനത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഒരു സൈഡിൽ പാകിസ്ഥാൻ ഈ രീതിയിൽ അറഗന്റ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഈ ക്രോസ് ബോർഡറിൽ ഇങ്ങനെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവന്മാരുമായിട്ട് കൈകോർത്ത് നമ്മൾ എന്തിന് ക്രിക്കറ്റ് കളി നടത്തണം? ഈ ക്രിക്കറ്റ് മാച്ച് ഒഴിവാക്കണം. BCCI എന്ന് പറഞ്ഞ ഈ ഒരു പണച്ചാക്കില്ലേ, ആ പണച്ചാക്ക് കൊണ്ട് ഇന്ത്യൻ GDP-യിൽ എന്തെങ്കിലും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇന്ത്യൻ GDP-ക്ക് അതുകൊണ്ട് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും കളി നടന്നാൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വ്യാപാരമോ ഇന്ത്യയുടെ ഇന്റർണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. അതും നമ്മൾ ഈ ഒരു IPL ഒക്കെ നടത്തുന്നതിൽ പാകിസ്ഥാന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവന്മാരുമായിട്ട് കൈകോർത്തിട്ട് ഇവന്മാരെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയുടെ ഒരു സോവറിനിറ്റി ഒക്കെ മറന്നുകൊണ്ട് ഇവന്മാരെ ക്രിക്കറ്റ് ചോദിക്കുമ്പോൾ കളിയാണ്, തമാശയാണെന്നുള്ള രീതിയിലൊക്കെ എടുക്കും ആൾക്കാർ. അത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളി ഒഴിവാക്കേണ്ടതാണ്. ഈ പാകിസ്ഥാനികളുമായിട്ടുള്ള ഈ ഒരു കൈകോർത്തുള്ള ഒരു ക്രിക്കറ്റ് കളി തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത് എന്റെ ഒരു അഭിപ്രായമാണ്. എന്തിന് നമുക്ക് കളിക്കാൻ വേറെ ആൾക്കാരില്ലേ? എന്തിന് യുവമാരുടെ അടുത്ത് പോയി കളിക്കണമെന്നേ? ഇന്ത്യ ബോൾഡായിട്ട് ഈ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള കളിയിൽ നിന്ന് വാക്കൗട്ട് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. ഇവന്മാരെ കുറിച്ച് സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ല. ഇവന്മാരുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യം ആ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് ഇവന്മാർ. എൻറ്റയർ വേൾഡിന്റെ തീവ്രവാദ ഫാക്ടറിയാണ് ഈ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇവന്മാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇതൊക്കെ വളരെ ശക്തമായിട്ട് ഈ ഒരു വിഷയത്തിലൊക്കെ പ്രതികരിക്കണം. അതായത് മറ്റുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. അതേപോലെ തന്നെ ശ്രീലങ്കയിൽ ഏതാണ്ട് 131 ആൾക്കാർ ഡീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരാരും വലിയ കാശുകാരൊന്നുമില്ല, മീൻപിടി തൊഴിലാളികളാണ്. ഈ സൗത്ത് ഇന്ത്യയിൽ മീൻ പിടിക്കുന്ന ആൾക്കാർ. ഈ കച്ചത്തീവ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ കാര്യം എന്തായി? ഇലക്ഷന് മുമ്പൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു മിണ്ടാട്ടമില്ല എന്നുള്ളതാണ്. പക്ഷെ ആ രീതിയിൽ ഗവൺമെന്റ് കുറച്ചുകൂടെ ആ ഭാഗത്തൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ താല്പര്യപ്പെടുന്ന വരില്ല. പക്ഷേ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. 131 ആൾക്കാർ, ഈ ശ്രീലങ്കക്കാരൻ നമ്മുടെ കയ്യിൽ നിന്നാണ് എല്ലാ നക്കാപ്പിച്ചയും മേടിച്ച് ഒരു സൈഡിൽ നമ്മൾ കൊടുക്കുന്ന സാധനം ഈ കയ്യിൽ നനഞ്ഞിരിക്കുക അവസ്ഥയിൽ തന്നെയാണ് അവൻ മറ്റേ കൈ കൊണ്ട് ചൈനയിൽ നീട്ടുന്നത്. എന്നിട്ട് നമുക്കെതിരെ എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് ഈ ശ്രീലങ്കക്കാരൻ. നമ്മുടെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള ഫണ്ടുകളും സോഴ്സുകളൊക്കെ മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ എന്തിന് നമ്മുടെ സിറ്റിസൺസിനെ പിടിച്ചുകൊണ്ട് 131 പേര് ഇപ്പൊ ഇതുവരെ സോഫാർ ശ്രീലങ്കൻ ജയിലിലുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ, ഇപ്പൊ ഇത് 2 ദിവസത്തിന് മുമ്പ് വരെ പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. ഏതാണ്ട് 18ഓളം ഫിഷിംഗ് ബോട്ടുകൾ അവരുടെ കസ്റ്റഡിയിലുണ്ട്. നമുക്ക് എന്തുകൊണ്ട് പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ആ ഒരു കച്ചത്തീവിന്റെ ഭാഗത്ത് ഉണ്ടാക്കിക്കൂടാ? അവിടെ നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു കോസ്റ്റ് ഗാർഡ് അവിടെ ഇല്ല?
നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ മാത്രമാണ് വെടിവെച്ച് എപ്പോഴും നമ്മളെ ത്രട്ടൺ ചെയ്ത് ഈ പാവപ്പെട്ട മീൻപിടി തൊഴിലാളികൾ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഈ മീൻ പിടിക്കുന്ന ആൾക്കാരല്ലേ ഇവന്മാർ എന്തിനാണ് ഈ പിടിച്ചുകൊണ്ട് പോകുന്നത്? എന്ത് കാരണമാണുള്ളത്? ആ കടലിന്റെ അടിയിൽ വല്ല ശ്രീലങ്കയുടെ സ്വർണ്ണമെല്ലാം അവിടെ പതിച്ചു വെച്ചിട്ടുണ്ടോ? അതാണോ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്? അപ്പൊ ഈ വിഷയത്തിലൊക്കെ എനിക്ക് കർശനമായ നിലപാടുണ്ട്. ഞാൻ ഇതിനകത്ത് പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഇത് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു. അത് എവിടെ വെച്ചാൽ ഒമാനിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞ പാടെ ഇപ്പം അടുത്ത സെക്കൻഡ് റൗണ്ടിൽ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താണ് വേണ്ടത്. കാരണം അവർക്ക് ഇന്ത്യയുടെ അടുത്ത് എന്ത് പറഞ്ഞ് സഹകരിക്കണം എന്നുള്ളത് ഇതുവരെ ഒരു പിടുത്തമില്ല എന്നുള്ളതാണ് കാര്യം. അവർക്ക് ഷെയ്ഖ് ഹസീനയുടെ പോളിസിയാണ് നമ്മളുടെ അടുത്തുള്ളത്. അപ്പൊ ആ ഒരു പോളിസിയുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവര് പുതിയ രീതിയിൽ പല രീതിയിലുള്ള പോളിസികളാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഇന്ത്യക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോളിസി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എന്താണോ ഇന്ത്യയുടെ നിന്ന് വേണ്ടത് അത് പറയും. ആ രീതിയിൽ ഇന്ത്യ ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കാം. ാണ് അവർ ഇന്ത്യയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബോർഡർ ഇഷ്യൂസ് ഉണ്ട്, ഇല്ലാന്നില്ല. അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു മനുഷ്യക്കടത്ത്, അതിനകത്ത് ഇന്ത്യക്ക് പ്രശ്നമുണ്ട്. അതേപോലെ അവിടെ നിന്ന് വരുന്ന കള്ളക്കടത്തും കാര്യങ്ങളായിട്ടൊക്കെ എല്ലാം ഇന്ത്യക്ക് ഇല്ലീഗലായിട്ട് എന്തൊക്കെയുണ്ട് അതിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതിലുപരിയായിട്ട് ഒരു രാജ്യം എന്നുള്ള നിലയിൽ ബംഗ്ലാദേശിന്റെ ബോഡി ആ ഒരു ഡിപ്ലോമാറ്റിക് ബോഡിയുമായിട്ടോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പറഞ്ഞ രാജ്യവുമായിട്ടോ ആ ജനങ്ങളുമായിട്ടോ ഇന്ത്യക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ഏത് രീതിയിലുള്ള ഒരു പ്ലാൻ കൊണ്ടുവരണം എന്നുള്ള ഐഡിയ തന്നെ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നത്. അവിടെ ഒരുപാട് നാളൊന്നും ഈ ഒരു ഗവൺമെന്റ് പ്രൊലോങ് ചെയ്ത് പോകത്തില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഏത് വരെ പോകുന്നു നോക്കാം. ചൈന ഒരു മുട്ട പണി നമുക്ക് തന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മാസീവ് റഡാർ കൊണ്ട് അവർ മ്യാൻമർ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 5000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ രീതിയിലുള്ള കവറേജ്. കംപ്ലീറ്റ് ഇന്ത്യയിലുള്ള മിസൈൽ എവിടെ പൊന്തിയാലും ആ ഒരു റഡാറിൽ ക്യാച്ച് ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു റഡാർ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ ഇപ്പൊ റഡാർ ജാമറോ ഏത് രീതിയിൽ ഇന്ത്യ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പോകുന്നതിന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ വരെ കവർ ചെയ്യാനുള്ള ഭാഗത്തിനാണ് ഈ ഒരു റഡാർ കൊണ്ട് വെച്ചിരിക്കുന്നത്. ലാർജ് ഫേസ് ആരേ റഡാർ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 5000 കിലോമീറ്റർ പരിധി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോ ഏത് രീതിയിൽ ഇന്ത്യ കൗണ്ടർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഇനി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ജർമ്മനിയിൽ ഇലക്ഷൻ നടന്നല്ലോ, അവിടെയും കൺസർവേറ്റീവ്സ് തന്നെയാണ് അവിടെയും ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെമ്പാടും ഒരു ഇലക്ഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തും ഒരു ലിബറൽ റൈറ്റ് അഥവാ സെന്റർ റൈറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് വിങ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ജോർജിയ മെലോണി ഇറ്റലിയിൽ അവരും ഇതേപോലെ ഒരു റൈറ്റ് വിങ് സപ്പോർട്ടറാണ്. അപ്പൊ അതായത് ഈ ഒരു ലെഫ്റ്റ് വിങ് ലീഡേഴ്സിനെ കൺടെംപ്റ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡൊണാൾഡ് ട്രംപിനെയും മോദിയൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പിന്തിരിപ്പൻ നയത്തോടു കൂടി കാണുന്ന ആൾക്കാരായിട്ട് ചിത്രീകരിച്ച ഒരു ലെഫ്റ്റ് വിങ്ങിനെ ഗണ്ണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ രണ്ട് ലീഡേഴ്സിനെയും, അതായത് ഈ ഒരു ഡൊണാൾഡ് ട്രംപിനെയും മോദിയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.